പഴമായിരുന്നോ? ഇങ്ങനൊന്നും ആവരുത്. പിള്ളേരെ നോക്കിക്കൊണ്ട് കളിക്കുന്ന രീതി വേണം കൊടുക്കാൻ. ഇത്രയും കൊച്ചുങ്ങൾ കഷ്ടപ്പെട്ട് കളിച്ചെടുത്തതിന് വിളിച്ചു കൊണ്ടാൽ മാത്രമേ ഇവർക്കൊക്കെ അറിയത്തുള്ളൂ. അല്ലാതെ റിമാർക്ക് പറയാൻ വാ പൊങ്ങത്തില്ല. ഞങ്ങൾ എന്താ തെറ്റാ കാണിച്ച് ഞങ്ങൾക്ക് ഇപ്പൊ അറിയണം. ചൂണ്ടിക്കാണിക്കുക. ഒരു തെറ്റ് കുഞ്ഞുങ്ങൾ കളിച്ചിട്ട് പറ്റുമോ? ഇവര് കഷ്ടപ്പെട്ട് തന്നെ വരുന്നത്. അത് ഇവർക്കൊന്നും ആവുന്നില്ല. ഈ ജഡ്ജസിനെ വിളിച്ചു കൊണ്ടുപോകാൻ അവർക്ക് എന്താണ് റിമാർക്ക് പറഞ്ഞുകൂടാ? അതൊന്നും പറ്റത്തില്ലല്ലോ. റിമാർക്ക് എന്താ പറയാത്തെ? റിമാർക്ക് ഉണ്ടെങ്കിൽ ആ റിമാർക്ക് ഇവിടെ പറയണം. എന്താ അപ്പൊ ചോദിച്ചപ്പോ വായിൽ എന്താ പഴമായിരുന്നോ? ഇവിടെമാരെ പ്രൈസ് ഉണ്ട്. എന്തോ എന്നാ പിന്നെ ഇവിടെ കലോത്സവം ഉണ്ടാക്കുന്നത്. സ്റ്റേജിൽ പോയാൽ കൊണ്ടാക്കട്ടെ. ഇതിപ്പോൾ ഈ സമ്മാനത്തിൽ പണം കൊടുത്ത് ക്ലാസ് കളഞ്ഞിട്ട് അവരൊക്കെ +2 പഠിക്കുന്ന പിള്ളേരാണ്. ഈ പറഞ്ഞ ക്ലാസ് കളഞ്ഞ് കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഒരു ഐറ്റം ഇത്രയും എത്തിച്ചത് പോലും. രാവെന്ന് പകൽ നാളെ പ്രാക്ടീസ് ഒരു പ്രൈസിനുള്ള റീമാർക്ക് എന്താണെന്ന് വെച്ചാൽ അവർ പറയാനത് എന്താണെന്ന് മാത്രമേ ഉള്ളൂ. ഈ ചെസ് നമ്പറിൻ്റെ റീമാർക്ക് എന്താണെന്ന് എനിക്കൊന്ന് അറിയണം എന്നുണ്ടായിരുന്നു. അതുപോലും ഇവിടെ ഒളിച്ചും പാത്തില്ലേ പോയെ. എന്തൊക്കെയായാലും ഇത് എവിടെ കൊണ്ടുവച്ച് തീരാൻ പോകുന്നില്ല. ഈ കാണിക്കുന്നതല്ല നടപടി മുന്നോട്ട് പോകുമോ ഒന്നും നമ്മളൊന്നും തീരുമാനിച്ചിട്ടില്ല. എന്താ വെച്ചാൽ അവരും കൂടെ ഒക്കെ ആലോചിച്ചിട്ട് തീരുമാനിക്കാം. പക്ഷേ സങ്കടം ഉണ്ടെന്ന് വെച്ചാൽ ഉണ്ട്. കഷ്ടപ്പാടിൻ്റെ വിലയായിരുന്നു അത്. പ്രതീക്ഷ ഉണ്ടായത് പ്രൈസ് കിട്ടും എന്നുള്ളത്. ആ പ്രതീക്ഷയാണ് നമ്മളിവിടെ നിന്നത് പോലും. ഈ പറഞ്ഞ കാണികൾ പറയട്ടെ പ്രൈസിനുള്ള അർഹത ഉണ്ടോ ഇല്ലയോ എന്ന്. കണ്ടവർ മൊത്തം പറഞ്ഞുകൊണ്ട് ഇവിടെ പ്രൈസ് കിട്ടുള്ളത് തീർച്ചയായിട്ടും റീമാർക്ക് പറയണം. അത് എന്തുകൊണ്ട് ഒരു പ്രൈസ് കൊടുത്തില്ല? ഒരു പ്രൈസിനുള്ള അർഹതയുണ്ട്. തേർഡ് കൊടുത്തവരെക്കാട്ടിയും കണ്ടോ തേർഡ് കിട്ടിയവരെക്കാട്ടിയും കളിച്ച് അർഹതപ്പെട്ട കൊച്ചുകൾ ലാസ്റ്റിലാണ് കളിച്ചത്. എന്റെ കുട്ടികൾക്കാണ് പ്രൈസിനുള്ള അർഹത. കുഞ്ഞുങ്ങൾ കളിച്ചത് പോവും. ഞങ്ങൾ പോകുന്നിടത്തെല്ലാം ഞങ്ങൾ പോകും. ഒരു റീമാർക്ക് പോലും എഴുതി മുദ്ര കുത്താതെടുത്ത് എന്റെ കുട്ടികൾക്ക് കൊടുക്കാതെ